നമസ്കാരം. കേരളത്തിൻ്റെ മേന്മയായിട്ട് പറയപ്പെടുന്ന പ്രബുദ്ധതയും സാക്ഷരതയും ഒക്കെ പലതവണ പൊട്ടിത്തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതാ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും അത് വീണ്ടും സാക്ഷരരാണോ ഇവർ എന്ന് വീണ്ടും സംശയിക്കാത്ത തരത്തിൽ പ്രബുദ്ധത പൊട്ടിത്തകർന്ന ഒരു കാഴ്ച കാണുകയുണ്ടാകും. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വെറും വിഡ്ഢികളെ പോലെ പെരുമാറി പ്രതികരിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സുഡാപ്പികളെ നമുക്ക് വിടാം, മദ്രസ പൊട്ടന്മാരായ അവരെ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ കനകോലു ടീമായ കോൺഗ്രസും കമ്മി ടീമും ഒക്കെ അങ്ങേയറ്റം മണ്ടന്മാരാണ് എന്നവർ സ്വയം തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേരള സ്റ്റോറി എന്ന ആദ്യ സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഇതിവൃത്തം കേരളത്തിലുള്ള യുവതികളുടെ കഥയായിരുന്നു എങ്കിൽ രണ്ടാം ഭാഗമായിട്ട് വരുന്ന കേരള സ്റ്റോറി ഭാഗം 2 ഗോസ് ബിയോണ്ട് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് ആ പടത്തിൻ്റെ പേരിനൊപ്പം തന്നെ. അതായത് അത് കേരളത്തിൻ്റെ മാത്രം കഥയല്ല എന്ന് സിനിമയിൽ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് ബലമായിട്ട് ബീഫ് തീറ്റിക്കുന്നതാണ്. ചത്താലം ഞാൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ ബലമായിട്ട് തീറ്റിക്കുന്ന ആ ഭാഗം പാൻ ഇന്ത്യൻ സിനിമയായതിനാൽ മലയാളത്തിൻ്റെ പാട്ടും കൂടെ ഇറക്കണമല്ലോ. അത് കണ്ടിട്ട് കേരളത്തിൽ ഇങ്ങനെ നടന്നിട്ടേ ഇല്ല എന്നൊക്കെ പറയുകയാണ് മുഖ്യമന്ത്രിയും ടീമും എല്ലാം. കേരളത്തിൽ നടന്ന സിനിമയും പറയുന്നില്ല, അത് മധ്യപ്രദേശിൽ നടന്നതാണെന്ന് സിനിമയിൽ സൂചന കൊടുക്കുന്നു. എന്നിട്ടും സാക്ഷര മലയാളിക്കത് മനസ്സിലായില്ല. മലയാളത്തിൽ കണ്ടതുകൊണ്ടായിരിക്കാം മണ്ടന്മാർ. അല്ലാതെ എന്ത് പറയാൻ. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ അത് കേരളത്തിൻ്റെ മാത്രം കഥയല്ല എന്ന് സൂചന വ്യക്തമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നു. ഗോസ് ബിയോണ്ട് എന്ന് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ മണ്ടന്മാർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ പിന്നെ എന്ത് സാക്ഷരതയാണുള്ളത്? ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന കഥയായിട്ടാണ് രണ്ടാം ഭാഗം വരുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഏതാനും സ്ത്രീകളുടെ കഥയൊക്കെ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ അത് വലിയ പാൻ ഇന്ത്യൻ ഹിറ്റാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇറക്കിക്കൊണ്ട് വരുന്നത്. അത്രയും മുതൽ മുടക്കിൽ വിശാലമായ ക്യാൻവാസിലായിരിക്കും രണ്ടാമത് അവർ ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യമായിരുന്നില്ല. അന്ന് കേരളത്തിൽ തിയേറ്റർ പോലും കിട്ടുകയുണ്ടായില്ല. അന്ന് ഞാൻ മറ്റൊരു ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങളുടെ ചാനലും എല്ലാവരും കൂടി ഞങ്ങളുടെ വാഹനത്തിലടക്കം ഇതിൻ്റെ ബാനറൊക്കെ കെട്ടിക്കൊണ്ട് ഇതിന് പരസ്യം കൊടുക്കുകയും ഞങ്ങൾ 2 ഷോയോളം ഇത് സൗജന്യമായിട്ട് ഈ സിനിമ കളിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ അവിടെ നിന്ന് 2 തിയേറ്റർ എന്നതിൽ നിന്ന് കൂടുതൽ തിയേറ്ററിലേക്കൊക്കെ ഈ സിനിമ പോവുകയും കുറച്ച് ചർച്ചാ വിഷയമൊക്കെ ആയതാണ്. അന്ന് ആരൊക്കെ എന്തൊക്കെ നിശ്ചയിച്ചാലും നമുക്കറിയാം 100-ലധികം ആളുകൾ IS പോയത് കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ IS പോയത് കേരളത്തിൽ നിന്നാണെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതിനാൽ തന്നെ അതിലൊരു ചർച്ചയുടെ ആവശ്യം പോലുമില്ല. അതിന്നും നമുക്ക് നെറ്റിൽ ലഭ്യമാണ്, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. ആർക്കും അത് കാണാം, കേൾക്കാം. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയമില്ല. IS ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യ ഭാഗം മുതലേ അതിന് കേരള സ്റ്റോറി എന്നവർ പേരിട്ടത്. പക്ഷേ അതിൻ്റെ അർത്ഥം കേരളത്തിൽ മാത്രം നടക്കുന്ന കഥയാണ് എന്നല്ല. ബീഫ് തീറ്റിക്കുന്ന ഭാഗം അത് കേരളത്തിലല്ല മധ്യപ്രദേശിലാണ് നടക്കുന്നത് എന്ന് സിനിമ തന്നെ പറഞ്ഞിട്ട് അയ്യോ അല്ല അത് ഞങ്ങളുടെ നാട്ടിൽ നടന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറിക്കോവി മോങ്ങുന്നവരോട് ഒരു നല്ല നമസ്കാരം മാത്രം തരാൻ തൽക്കാലം നിവർത്തിയുള്ളൂ. നീയൊക്കെ മണ്ടന്മാരിൽ മണ്ടന്മാരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയ്ക്ക് അത് അർഹിക്കുന്നതിൽ കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത കനകോലു ടീമിനും കമ്മി ടീമിനും സുഡാപ്പി ടീമിനും മുഖ്യമന്ത്രി അടക്കമുള്ള ടീമിനും മണവാളൻ ആൻഡ് സൺസിൻ്റെ ഹാർദവമായ 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. അല്ലാതെ എന്ത് പറയാനാണ് ഈ മണ്ടന്മാരെ പറ്റി? ഒരു സിനിമ അതിൻ്റെ പേരിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് കേരളത്തിൽ മാത്രം നടന്ന കഥയല്ല, ഗോസ് ബിയോണ്ട് എന്ന് അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന് പടത്തിൻ്റെ പേരിൽ തന്നെ കിടക്കുന്നു. എന്നിട്ട് കേരളത്തിൽ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഇവിടെ കിടന്നുണ്ട് എസ് എഴുതി മരിക്കുകയാണ് ഓരോരുത്തന്മാർ. പോസ്റ്റിട്ട് തള്ളുകയാണ് ഓരോരുത്തർ. എടാ മണ്ടന്മാരെ, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നറിയാൻ ഒരു സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് ആർഷവിദ്യാ സമാജം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഇപ്പോഴും ജീവനോടെയുള്ള 150-ൽ പരം പെൺകുട്ടികൾ, അവരുടെ ജീവിതം തന്നെയാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ്. പിന്നെ സിനിമ എന്ന മാധ്യമം മനുഷ്യനെ വളരെയേറെ സ്വാധീനിക്കുന്ന, വളരെ പെട്ടെന്ന് പ്രചാരത്തിലാവുന്ന, അല്ലെങ്കിൽ ഇത് വളരെ വൈറലായി ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെടുന്ന ഒരു മാധ്യമമാണ്. അതിനാൽ കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി അറിയും. കേരള സ്റ്റോറി ആദ്യത്തെ ഭാഗം ഇറങ്ങിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന ലവ് ജിഹാദ് കേസുകളുടെ എണ്ണം കുത്തനെ കുറയുകയാണ് ചെയ്തത്. കാരണം കുറേയേറെ പേർ ആ സിനിമയിൽ നിന്ന് പാഠം പഠിച്ചു. പിന്നെ ഇത്തരക്കാരെ സംശയത്തോടെ കാണാൻ തുടങ്ങി. കേരള സ്റ്റോറി 2 ഇറങ്ങിക്കഴിയുമ്പോഴും വീണ്ടും ഈ ലവ് ജിഹാദിൽ പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം വീണ്ടും കുറയും. അപ്പോൾ കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ സിനിമയും നല്ലതാണ്, അതിൽ കുറച്ച് വിവാദമുള്ളത് നല്ലതാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തും, അറിയാത്തവർ വരെ അറിയും. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ പ്രബുദ്ധ മണ്ടന്മാർക്കും നല്ലൊരു നമോഭാഗം. ഒരു സിനിമയ്ക്ക് ഇതിലും വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാനില്ല.